എത്രയാണ് ഇതിന്റെയൊക്കെ അത്ഭുതങ്ങള്. ഇതൊന്നുമില്ലെങ്കിൽ അള്ളാഹു അറിയാൻ പറ്റുമോ? അള്ളാഹു ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന വലിയ ലോകമാ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്താത്ത ദൂരം അള്ളാഹു നമുക്ക് കാണിച്ചു വെച്ചത്. അള്ളാഹുവിനെ ഓർക്കാൻ 21-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ സയന്റിസ്റ്റുകൾ ചർച്ച ചെയ്തു, പ്രപഞ്ചത്തിന്റെ ഒരു അന്ത്യത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാൻ എങ്ങനെ സാധിക്കുമെന്നവർ ആലോചിച്ചു. യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ فبأي آلاء ربكما تكذبان. മനുഷ്യരെ, ജിന്നുകളെ, ഭൂമി എന്ന ഗോളത്തെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് തുളച്ചു നോക്കിൻ. കിണർ കുഴിക്കാൻ പറ്റും. 16 കിലോമീറ്റർ വരെ ഭൂമിയിലേക്ക് നമുക്ക് കുഴിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഒരറ്റത്ത് നിന്ന് കുഴിച്ചിട്ട് അടുത്ത അറ്റത്തേക്ക് നമ്മളുടെ ഈ കൊല്ലത്തെ കൊല്ലൂർ വിളയിൽ നിന്നൊരു തുളച്ചിട്ട് അങ്ങ് താഴേക്ക് നോർത്ത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ആർട്ടിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ എത്തിച്ചേരുന്ന ഒരു തുളച്ച് ദ്വാരമുണ്ടാക്കാൻ കഴിയുമോ? അള്ളാഹു ചോദിച്ചു. നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? തുളക്കുന്ന മെഷീന് പോലും ആ ഇരുമ്പോ ഏത് മൂലകമെടുത്തുണ്ടാക്കിയാലും, അത് കോപ്പർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും, അത് എന്ത് മൂലകമാണെങ്കിലും, തുളക്കുന്ന മെഷീനറി പോലും ഉരുകി ഒലിച്ചു പോകുന്ന ചൂടുള്ള സാധനം ഭൂമിക്കുള്ളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. തുളക്കാൻ കഴിയില്ല. നിങ്ങളുടെ മെഷീനൊക്കെ കരിഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ പരിധിയെ വിട്ടുകടക്കാൻ നിങ്ങളെ കൊണ്ടാവുമോ? നിങ്ങളെ കൊണ്ടാവില്ല. അതിന് അധികാരസ്ഥനായ അള്ളാഹു ആർക്ക് സൗകര്യം കൊടുക്കുന്നുവോ അവർക്കേ കഴിയുകയുള്ളൂ. അത് ലഭിച്ചത് ഒരാൾക്ക് മാത്രമാണ്, റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ എന്ന ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രം പറഞ്ഞ ഭാഗത്ത് സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.